എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റ് ഇന്ന് ഒരു ഹൈ ഓപ്പണിംഗ് വന്നു, അതിനുശേഷം പെട്ടെന്നൊരു താഴോട്ട് പോയി. പക്ഷേ പ്രീവിയസ് ഡേ ലോ അടിക്കുന്നില്ല, ഒരു സപ്പോർട്ട് ഈ റേഞ്ചിലോട്ട് എടുത്തിട്ട്, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ റേഞ്ചിന് ഏകദേശം അടുത്ത് ചിലപ്പോൾ വരാം, പക്ഷേ ആ റേഞ്ചിന് ഏകദേശം അടുത്ത് വരെ വന്നു. അതിനുശേഷം വൺ സൈഡ് മുകളിലോട്ട് കയറിപ്പോയി. പക്ഷേ മുകളിൽ നമ്മൾ CPR ലെവൽ വെച്ച് നമ്മൾ ചെയ്യുന്ന സ്ട്രാറ്റജി വെച്ചാണ് അതിൻ്റെ ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി പുട്ട് ഓപ്ഷൻ എടുക്കാനുണ്ടായിരുന്നു. 24,340 റേഞ്ച് ചെയ്യുന്നത് 257, അതായത് 90 പോയിൻറ്റിനടുത്ത് ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഇത് ക്ലോസിങ് ഒന്ന് സ്ട്രോങ് ആണ്. നിഫ്റ്റിയുടെ ക്ലോസിങ് കണ്ടാൽ അറിയാം അത് സ്ട്രോങ് ആണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഹൈ കണ്ടില്ലേ, ഈ ഒരു ഹൈ നാളെ ഇതിങ്ങനെ വന്ന് ബ്രേക്ക് ആകാനാണ് ചാൻസ്. ചിലപ്പോൾ ഇച്ചിരി താഴോട്ട് വന്നിട്ടായിരിക്കാം, പക്ഷേ എങ്കിൽ ഒരു പ്രാവശ്യം ബ്രേക്ക് ആകും. വരും ദിവസങ്ങളിൽ മാർക്കറ്റ് കുറച്ചുകൂടെയൊക്കെ അപ്പ് ട്രെൻഡിന് ചാൻസ് ഉണ്ട്. എന്തായാലും ഞാനൊരു എക്സ്പെക്റ്റ് ചെയ്യുന്നത് 24,700-നും 25,000-നും ഇടയിൽ ഒരു പ്രാവശ്യം മാർക്കറ്റ് ട്രേഡ് ആകും. പെട്ടെന്ന് വരുവാണെങ്കിൽ നല്ലൊരു സെല്ലിങ് ആ റേഞ്ചിൽ നിന്ന് കിട്ടും. അതല്ല ഒരു സ്ലോ മൂവ്മെൻറ്റിൽ, അതായത് 50-100 പോയിൻ്റ് കയറി ഇറങ്ങി പതുക്കെയുള്ള മൂവ്മെൻറ്റിലാണ് കയറി പോകുന്നതെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ മൂവ്മെൻറ്റ് അപ്പിലോട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഓപ്പണിങ്ങിൽ ഇവിടെ നോക്കിയാൽ അറിയാം, CPRൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ടച്ച്, അതിനുശേഷം നല്ലൊരു സെല്ലിങ് വന്നു. പക്ഷേങ്കിൽ പ്രീവിയസ് ഡേ ലോ അടിക്കാതെ തിരിച്ച് കയറിപ്പോയി. ഇതിനകത്ത് പക്ഷേ നമ്മൾ CPR വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ചാൻസ് ഇല്ല. നോർമൽ നമ്മൾ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ചാൻസ് തീരെ കുറവായിരുന്നു. ഓക്കെ, അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനകത്തും ബാങ്ക് നിഫ്റ്റിയിലും കുറച്ച് അപ്പ് ട്രെൻഡ് പ്രതീക്ഷിക്കാം. ഞാൻ പറഞ്ഞ നിഫ്റ്റി റേഞ്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു റേഞ്ചിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി ഒരു പ്ലസ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകൾ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകൾ. ഇതിനകത്ത് 15 ഷെയർ എടുത്ത് നമുക്ക് നല്ല ചാൻസ് വന്ന കുറേ ഷെയറുകളാണ്. ടോളിൻസ് തന്നിട്ടുണ്ടായിരുന്നു, ഈ ക്രബ്സ് ബയോ എന്ന് പറയുന്ന ഷെയർ തന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നൈറ്റ് ലിമിറ്റഡിനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു, പിന്നെ ഈ PL ഒന്ന് രണ്ട് കുറേ ഷെയറിനകത്ത് ചാൻസുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു 3-4 ഷെയർ നമുക്ക് നോക്കി ചെയ്യാം. ടോളിൻസിനകത്ത് നോക്കാം മതി. ടോളിൻസിനകത്ത് നമുക്ക് ഇവിടെയാണ് ഇവിടെ ഹൈ അടിച്ച് ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും. നമുക്ക് ഈ റേഞ്ചിലാണ് ഒരു എൻട്രി എടുക്കാൻ പറ്റും. ഇവിടെ ഒരു എൻട്രി 223 എടുത്താൽ നമുക്കൊരു 217 റേഞ്ചിലോട്ട് ഒരു ചാൻസ് കിട്ടുന്നത്. പക്ഷേ പിന്നെ ഒരു ഫ്ലാറ്റ് മൂവ്മെൻറ്റ് ക്ലോസ് ചെയ്യുക ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ചാൻസ് വന്ന ഷെയർ SI ഇവിടെ വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഒരു നല്ലൊരു ഹൈ പോയി. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങി. ഇവിടെ ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ മുകളിലോട്ട് പോയില്ല, R1 റേഞ്ചിലോട്ട് പോകാതെ ഇവിടെ ഇറങ്ങി നമ്മൾ 788 റേഞ്ചിലെടുത്താൽ നമുക്ക് 767 21 രൂപയുടെ പ്രോഫിറ്റ് വൺ സൈഡ് ആ ഷെയർ തരുന്നുണ്ടായിരുന്നു. അതിനുശേഷം സ്റ്റെർലിംഗ് ടൂൾസ്, ടൂൾസ് അത് റേഞ്ച് വന്നിട്ടില്ല. ക്രബ്സ് ബയോ എന്ന് പറയുന്ന ഷെയർ അത് നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ക്രബ്സ് ബയോ പ്രീവിയസ് ഡേ അല്ല R1 പ്രീവിയസ് ഡേ ഹൈ ഇതാണ് R1. അതിനുശേഷം R2 പോയി. R2 പോയിട്ട്
ഹൈ ഇതിൻ്റെ ഇവിടെ അടിച്ചു, അതിനുശേഷം ഇറങ്ങി നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 127 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് വൺ സൈഡ് മൂവ്മെൻറ്റ് ഇവിടെ ഇച്ചിരി കയറുന്നുണ്ടെങ്കിൽ ഹൈ അടിക്കുന്നില്ല. നമുക്ക് ഈ 127 റേഞ്ച് നമുക്ക് 111 രൂപയുടെ പ്രോഫിറ്റ് ആ ഷെയർ തരുന്നത്. പിന്നെ ലാസ്റ്റ് കുറച്ച് കയറി നിൽപ്പുണ്ട്. നാളെ ചിലപ്പോൾ ഈ ഷെയർ ഹൈ അടിച്ചിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റാണ് ഇതിനകത്ത്. 11 രൂപ ചെറിയ ഷെയറിനകത്ത് 11 രൂപയുടെ മൂവ്മെൻറ്റ്. അതുപോലെ PEL എന്ന് പറയുന്ന ഷെയർ, PEL ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഫ്ലാറ്റ് ഓപ്പണിങ് നേരെ താഴോട്ട് വന്ന് CPRൻ്റെ അപ്പർ ലെവലിൽ ടച്ച് ചെയ്തു. അതിനുശേഷം മുകളിലോട്ടും വൺ സൈഡ് കയറിപ്പോയി. വൺ സൈഡ് കയറിപ്പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും ഏത് ലെവലിൽ ഇറങ്ങുന്നത് നോക്കി. ഇവിടെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, പിന്നെയും കയറി പോവാണ്. R1 പോയില്ല, തിരിച്ച് പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട്. ഇവിടെ നമ്മൾ അന്നേരം എൻട്രി എടുക്കും. നമ്മൾ 1206 എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒത്തിരി ഹൈ ആണ്, 17 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ നമ്മളൊരു എൻട്രി എടുത്തിരുന്നെങ്കിൽ 1206 എന്നത് 1184 വരെ. അതിനകത്ത് 21 രൂപ വൺ സൈഡ് പ്രോഫിറ്റ് ആ ഷെയർ കൊടുത്തു. CGCL ഇപ്പം 3 ഷെയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നാളത്തേനുള്ള ഷെയർ നോക്കാം. നാളത്തേന് നമ്മളെടുത്ത് വെച്ചേക്കുന്നത് 15 ഷെയർ എടുത്തിട്ടുണ്ട്. 15 ഷെയറിൽ അഡാനി ഗ്രൂപ്പിൻ്റെ ഷെയറുകളാണ്. ATGL, അഡാനി പവർ, അഡാനി എൻ്റർപ്രൈസസ്. ആ ഷെയറിനകത്ത് സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. എന്നാലും നമുക്ക് ലെവലിൽ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ട്രേഡ് എടുക്കാം. ഇപ്പോൾ ATGL 690 R1 വന്നിട്ട് ഇറങ്ങുന്നതുകൊണ്ട് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ അഡാനി പവറിനകത്താണെങ്കിലും 523 R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങിയാൽ ഏത് ലെവലിൽ പോയിട്ടാണോ ഫസ്റ്റ് റിവേഴ്സാണ് അവിടെ എൻട്രി എടുക്കുക. അവിടെ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. റൂബി മിൽസിനകത്ത് ഇന്നത്തെ മൂവ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ റൂബി മിൽസിനകത്ത് ഒരു ഡൗട്ടുള്ളത്, ഈ ഷെയർ ഇതിൻ്റെ ആവറേജ് പ്രൈസ് 285 ആണ്. ഇതിൻ്റെ CPR റേഞ്ചിൻ്റെ ലോവർ ലെവൽ 283 ആണ്. ഇതെനിക്ക് തോന്നുന്നു ഓപ്പണിങ്ങിൽ ഈ ഷെയർ ഡൗൺ ഓപ്പണിംഗ് വരുവാണെങ്കിൽ ഈ ലെവലിന് താഴെ പോയിട്ട് ഈ ലെവലിന് ഈ രണ്ട് ലെവലിന് ഏതെങ്കിലും താഴെ പോയിട്ട് ഈ ലെവലിന് മുകളിലോട്ട് കയറിയുന്ന ബൈ ചാൻസ് എടുക്കുക. ഈ ഷെയറിനകത്ത് ഈ ആവറേജിന് മുകളിലോട്ട് കയറിയ ബൈ ചാൻസ് ആണ് ഈ ഷെയർ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓപ്പണിംഗ് ഡൗൺ ആണെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. ഡൗൺ അല്ലെങ്കിൽ പിന്നെ ചെയ്യരുത്. സർലാപോളി എന്ന് പറയുന്ന ഷെയറിനകത്ത് R1 വന്നിറങ്ങുവാണെങ്കിൽ R1 R2 ഏത് റേഞ്ച് വന്നിട്ടാണോ ഫസ്റ്റ് റിവേഴ്സാണ് അവിടെ എൻട്രി എടുക്കാം. നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. റെപ്രോയ്ക്കകത്തും R1 വന്ന് ഓപ്പണിങ്ങിൽ ഒരു നല്ല മൂവ്മെൻറ്റ് കിട്ടി R1 മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും അതിനകത്ത്. അഡാനി എൻ്റർപ്രൈസസും 2500 പോയതിന് ശേഷം ഈ ലെവൽ കട്ട് ചെയ്ത പ്രാവശ്യം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, നോക്കുക. പക്ഷേ ഈ ഷെയറുകളെല്ലാം 30-40% കറക്ഷൻ വന്ന ഷെയറാണ്. ലാസ്റ്റ് വീക്കിൽ 1 വീക്കിൽ ATGLൊക്കെ 59% എങ്ങാണ്ട് കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. പക്ഷേ ലെവൽ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് ട്രേഡ് എടുക്കുക. രാംകി എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ച് പ്രീവിയസ് ഡേ ഹൈ അല്ല 650 പോയിട്ട് 648 കട്ട് ചെയ്യണം. ഒരു പ്രാവശ്യം എൻട്രി എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അതുപോലെ താൽബ്രോ ഓട്ടോ എന്ന് പറയുന്ന ഷെയർ 350 പോയിട്ട് ഈ 345 കട്ട് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ R1 ഈ പ്രീവിയസ് ഡേ ഹൈ പ്രത്യേകം ശ്രദ്ധിക്കുക. HGSനകത്ത് ഹൈ വന്നിട്ടോ R1 വന്നിട്ടോ ഓപ്പണിങ്ങിൽ ഈ രണ്ട് റേഞ്ചിൽ ഏതെങ്കിലും ഒരു റേഞ്ച് പെട്ടെന്ന് കിട്ടിയാൽ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ജയ് ഭാരത് മാരുതി എന്ന് പറഞ്ഞ ഈ ഷെയർ 106 R2 എന്ന് കിട്ടിയാൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. BDLനകത്തും R1 പോയിട്ട് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ ഒരു നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. HSCLനകത്ത് 548 550 റേഞ്ച് പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്താൽ നമുക്ക് സെല്ല് ചെയ്യാം. നോർമൽ ഏത് ലെവലാണ് ഞാനിപ്പോൾ ഇതൊരു പെട്ടെന്ന് കിട്ടുന്നൊരു മൂവ്മെൻറ്റ് പറയുന്നതേ ഉള്ളൂ. നമുക്കിതിപ്പം HBL പവറോ അല്ലെങ്കിൽ HSCL 548 മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. അടുത്ത ലെവലിൽ പോയി തിരിയുകയാണെങ്കിൽ അത്രയും നല്ലത്. നമുക്ക് നല്ല ചാൻസ് കൂടുതലായിരിക്കും ആ സമയത്ത്.
HBL പവറും R1 R2 650 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്ത് ഇറങ്ങണം നല്ലൊരു ചാൻസ് ആണ്. ക്വസ്റ്റ് കോർപ്പറേഷനകത്ത് ഹൈയും R1 അടിച്ചതിന് ശേഷം ഈ 2 ലെവലിലും താഴെ പോകണമെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത്രയും ഷെയറിനകത്ത് എന്തായാലും നമുക്ക് 6-7 ഷെയർ നമുക്ക് ചാൻസ് കിട്ടും. നോക്കി നമുക്ക് ചാൻസ് വരുമ്പോൾ മാത്രം ട്രേഡ് എടുക്കുക, അല്ലാത്തപ്പോൾ വെയിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ നമ്മളെ കൂടെ ചെയ്യുന്നത്. അഥവാ ഒരെണ്ണത്തിനകത്ത് സ്റ്റോപ്പ് ലോസ് പോയി അത് പുതിയ ഹൈ അടിച്ചെങ്കിൽ അടിച്ച് പോകട്ടെ, കുഴപ്പമില്ല. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് അടിച്ചിട്ട് തിരിച്ച് വീണ്ടും പഴയ ലെവലിലോട്ട് താഴോട്ടാണ് ഇറങ്ങുന്നതെന്ന് നോക്കുക. അതല്ല അടുത്ത ലെവലിലോട്ട് പോയിട്ട് R1 കട്ട് ചെയ്ത് R2 പോയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ R2 പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് R2വിൻ്റെ താഴെ എൻട്രി എടുക്കുക. ചില പ്രാക്ടീസ് ചെയ്താൽ മതി, നല്ല രീതിയിൽ ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയി കിട്ടുമെന്ന് ആശംസിക്കുന്നു. ബൈ.